ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബൺ മസ്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതൊരു ക്രീം പോലെ ആക്കിയെടുക്കണം കേട്ടോ, രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് വിസ്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്രീം പരുവത്തിലാവണം, എന്നാലാണ് ബണ്ണ് തേക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ മറ്റേ കൊക്കോ പൗഡർ അതും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഇറാനി ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളത്തിലേക്ക് പട്ട, കരമ്പ്, ഏലക്ക അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിവിടെ ക്രീം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബണ്ണിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ക്രീം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കേട്ടോ ക്രീം നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബണ്ണിലേക്ക് ക്രീം തേക്കുമ്പോൾ അതിൽ സെറ്റായിട്ട് ഇരിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ ക്രീമൊക്കെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണെടുക്കാം കേട്ടോ. ബണ്ണെടുത്തിട്ട് രണ്ട് സൈഡ് കീറിയിട്ട് അത് നമുക്കൊന്ന് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ നമ്മൾ സോഫ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡും ബട്ടറും ആണല്ലോ, അപ്പോൾ പറയാതെ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നിൽ തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഉണ്ടാക്കിയത് തന്നെ മോനാണ് കേട്ടോ ആദ്യം കഴിച്ച് നോക്കിയത്. 4 ബണ്ണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ബണ്ണിലൊക്കെ ക്രീമൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ബണ്ണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയത്. ഒരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ എടുത്ത് കഴിച്ചു ഞാനുള്ള മോനെ. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ ഇറാനി ചായയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് തിളച്ച് ചായ ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിച്ചു. അതിലേക്ക് എന്നിട്ട് പാലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പാലും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഞാൻ പിന്നെ ചെയ്തത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ചായയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏലക്കയും പട്ട ഗ്രാമ്പൂൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറാനി ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബൺ മസ്ക ഇറാനി ചായയുടെ കൂടിയാണ് കഴിക്കാമെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. പിന്നെ ഈ ചായയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തനിയെ കഴിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ചായയിൽ മുക്കി കഴിക്കുന്നേക്കാളും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ അതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണത് സാധിച്ചത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കുട്ടികളും ഞാനും ഒക്കെ കൂടി കഴിച്ചു. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ്. ഒരെണ്ണമൊക്കെ കഴിക്കാം, കൂടുതലായി കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ ഷുഗറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഒന്നൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ബൺ മസ്കയും ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ചായയിൽ മുക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ടാണ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് അത്രയ്ക്ക് വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.